ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ കെയർ, ഹെയർ കെയറിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്ട്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ആമസോണിലെ ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ ലൈവായിട്ടുണ്ട്. ജാനുവരി 13th മുതൽ 19th വരെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ടൈമിൽ മാക്സിമം വാങ്ങിക്കുക. കാരണം ഈ സെയിൽ ടൈമിലൊക്കെ നമുക്ക് നല്ല ഓഫിൽ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ പ്രമാണിച്ചിട്ട് ആമസോണിൽ ഒരു 15 to 80% ഓഫ് ഉണ്ട് ഓൾ പ്രൊഡക്ട്സിനൊക്കെ കേട്ടോ. നമ്മുടെ ഫാഷൻ ബ്യൂട്ടി പ്രൊഡക്ട്സിനൊക്കെ നല്ല ഓഫ് ഉണ്ട്. അത് മാത്രമല്ല 1500-ലധികം ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ 4 ലക്ഷത്തിലധികം സ്റ്റൈൽസിലുള്ള പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഈസി റിട്ടേൺസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ മാക്സിമം വേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് പ്രൈസ് കുറവായിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കണത് എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ്. ഫസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമുക്ക് സ്കിൻ കെയറിൽ നമുക്കിപ്പോൾ ഈ ഒരു മഞ്ഞ് കാലമൊക്കെ ആകുമ്പോൾ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന പ്രശ്നം, പ്രത്യേകിച്ച് നമ്മുടെ ബോഡിയിൽ കേട്ടോ. അപ്പോൾ ആ ഒരു ബോഡിയിലെ ഡ്രൈനെസ്സും റഫ്നെസ്സൊക്കെ നല്ല രീതിയിൽ മാറ്റി നല്ല സോഫ്റ്റും അതേപോലെ നല്ല എന്താ പറയുക നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ബോഡി ലോഷൻ കാണിച്ചു തരാം. നല്ല അഫോർഡബിളും ആണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ ജസ്റ്റ് നല്ലതാണോ ഉറപ്പില്ലാണ്ട് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ്. പക്ഷെ ഞാനിതിപ്പോൾ ഒരു 2 ബോട്ടിലോളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു കഴിഞ്ഞ വർഷം തൊട്ട് യൂസ് ചെയ്യുന്നതായിട്ട് ഈ ഒരു ഇപ്പോൾ 2ാമത്തെ ബോട്ടിലും തീരാറായി. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു പ്രൊഡക്റ്റ്. ഇതിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഹെർബ്സിൻ്റെ അൾട്രാ ഹൈഡ്രേറ്റിംഗ് ബോഡി മിൽക്കാണ്. നമുക്ക് നല്ല രീതിയിൽ സ്കിന്നിന് ഹൈഡ്രേഷനും അതേപോലെ നറിഷ്മെൻറ്റൊക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് ഒരു 500 സംതിങ് ആയിരുന്നു പ്രൈസ്. പക്ഷേ ഇപ്പോൾ 400 സംതിങ് ഒക്കെ പ്രൈസ് ഉള്ളൂ കേട്ടോ. ചില സമയത്ത് ഓഫറിൽ 300 സംതിങ്ങിന് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു 300 ml വരുന്ന ബോട്ടിലാണ്. നല്ല സോഫ്റ്റാണ്. ഇതൊരു നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടാൽ ഇത്രയായി വളരെ അടിപൊളിയാണ്. ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. ഒരുപാട് എന്താ പറയുക സ്കിന്ന് ഡ്രൈനെസ് കൊണ്ട് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. ഞാൻ എൻ്റെ മോക്കും ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ജസ്റ്റ് ഹെർബ്സിൻ്റെത്. ഇപ്പോൾ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടും ഡ്രൈനെസ് ഒക്കെ മാറി നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോഡി ലോഷൻ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിക്ക് ഒരു ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ടും നല്ല സ്മെല്ലായിട്ടിരിക്കാനായിട്ട് ഓയിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓയിലാണ് ഞാൻ പറയുന്നത്. ഇത് പ്ലം ബോഡി ലവിങ്ങിൻ്റെ ബോഡി ഓയിലാണ്. ഇതിൻ്റെ ഒരു സ്മെല്ല് എന്നിട്ടുണ്ടെങ്കിൽ വാനിലയുടെ സ്മെല്ലാണ്. വാനില വൈബ്സ് എന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്ന പേര്. ഇത് നല്ലൊരു ഓയിലാണ്. നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഡ്രൈ ആവുമല്ലോ, സ്കിന്ന് ഡ്രൈ ആവുന്ന സമയത്ത് കുറച്ചെടുത്തിട്ട് ഒരുപാടൊന്നും എടുക്കട്ടെ, വളരെ ചെറിയ അളവിലെടുത്തിട്ട് നമുക്ക് സ്കിന്നിൽ നമ്മുടെ കയ്യിൽ കാല് ശരീരത്തൊക്കെ നമുക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല സ്മെല്ലുമാണ്. സാധാരണ കോക്കനട്ട് ഓയിൽ പോലെ അല്ല, ഇത് ഇത്തിരി വേറെ ഒരു ഓയിലായിട്ട് നല്ലതാണ് കേട്ടോ ഈ ഒരു സാധനം. ഇതാണ് കേട്ടോ ആ ഒരു എന്താ പറയുക ആ ഒരു ഓയിൽ വരുന്നത്. പ്ലമ്മിൻ്റെ ബോഡി ലവിങ് ഓയിൽ കേട്ടോ. ഇത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ചിലപ്പോൾ ചെറിയൊരു നോയ്സ് പ്രശ്നം ഉണ്ടാവും. കാരണം ട്രെയിൻ പോകുന്നുണ്ടാകും, അതിൻ്റെ ഒരു ചിലപ്പോൾ ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇതും നല്ലൊരു സാധനം. ഒരു 300 സംതിങ് 200 സംതിങ്ങിനൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. നല്ലൊരു ഓയിലാണ്. നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം കേട്ടോ. ഇത് നല്ലതാണ്. അതുപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആവുന്ന പ്രശ്നമുള്ളവർക്ക് ഭയങ്കര നല്ലൊരു സംഭവമാണ്. സ്കിന്നിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ കെയർ ഫേസിൽ നമുക്ക് യൂസ് ചെയ്യാം, ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് വാസ്ലിൻ. ഇതും നമുക്ക് ഈ ഒരു സ്കിന്ന് ഡ്രൈ ആവുന്ന പ്രശ്നമുള്ള ആൾക്കാർക്ക് ഈ ഒരു ടൈമിൽ വളരെ നല്ലൊരു സാധനമാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക കൈമുട്ട് കാൽമുട്ടിലൊക്കെ മുരിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ യൂസ് ചെയ്യാം. ഈ ഒരു പെട്രോളിയം ജെല്ലി കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യണം. ഒരു വലിയ ബോട്ടിലാണ് ഞാൻ വാങ്ങിക്കേണ്ടത്. ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് പകുതിയായി. അപ്പോൾ ഇതും നല്ലൊരു സംഭവമാണ്. എന്താ പറയുക നമുക്കിപ്പോൾ ഒരു ചുണ്ടിൽ ഡ്രൈനെസ് ഉണ്ട്. അപ്പോൾ ആ ചുണ്ടിൽ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ
ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യുമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നാച്ചുറൽ DIYs ഇതിനൊപ്പം മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഞാൻ ബീട്രൂട്ടിൻ്റെ ജ്യൂസും ഇത്തിരി ലെമണിൻ്റെ ഒരു തുള്ളി 2 തുള്ളിയൊക്കെ ഇട്ടിട്ടൊക്കെ ഞാൻ ലിപ്പിലൊക്കെ സ്ക്രബ് ചെയ്യാനും മസാജ് ചെയ്ത് കൊടുക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ നമുക്ക് സ്കിന്നിലും ബോഡിയിലൊക്കെ അതിനനുസരിച്ച് നാച്ചുറൽ ആയിട്ടുള്ള DIY ആയിട്ടും യൂസ് ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല, അതായത് ഓയിലില്ല, അത് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനുള്ള ഓയിലില്ല, ലോഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്കിന്നിലെ ഡ്രൈനെസ് കാര്യങ്ങളൊക്കെ മാറാനായിട്ട് നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിന്. അങ്ങനെ കേട്ടോ, ഇപ്പം നമ്മൾ ഓയിൽ എടുക്കുകയാണെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞ ഓയിലാണെങ്കിൽ നല്ലൊരു സ്മെല്ലാണ്, ലോഷൻ ആണെങ്കിൽ നല്ല സ്മെല്ലാണ്. ഇതിലങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് പെട്രോളിയം ജെല്ലി അത്രേ ഉള്ളൂ കേട്ടോ. ഇതിനൊപ്പം വേണമെങ്കിൽ എസെൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്മെല്ല് ഉണ്ടാവും, പക്ഷെ അത് ഇത്രത്തോളം ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതും നല്ലതാണ്. സ്കിൻ ഒരുപാട് ഡ്രൈനെസ്സിൻ്റെ പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ച് മഞ്ഞ് ടൈമിലൊക്കെ സ്കിന്ന് വരണ്ട് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വരെ ഉണ്ടാവും ചിലവർക്ക് ഡ്രൈ സ്കിൻ ആകുമ്പോൾ കേട്ടോ. അങ്ങനെ പ്രശ്നമുള്ളവർക്ക് ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാതാണ് കേട്ടോ, നല്ലതാണ്. പിന്നെ ഒരു സാധനം കൂടി കാണിച്ചു തരാം. അടുത്താണ് നമ്മുടെ അലോവേറ ജെല്ല് കേട്ടോ. ഇത് അറിയാമല്ലോ, അലോവേറ ജെല്ല് നമുക്ക് സ്കിന്നിൽ മാത്രമല്ല ഫേസിലും നമ്മുടെ ഹെയർ കെയറിനും എല്ലാ തരത്തിലും നമുക്ക് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഞാൻ യൂസ് ചെയ്യണത് വാവ് സ്കിൻ സയൻസിൻ്റെ അലോവേറ ജെല്ലാണ്. ഈ ഒരു വലിയ ബോട്ടിൽ, ഇത് 500 ml വരുന്ന ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം, ഹെയർ കെയറിനും യൂസ് ചെയ്യാം. ഇത് 99% പ്യുവർ അലോവേറ ആണ് കേട്ടോ. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം, ഫേസിനും സ്കിന്നിന് ഹെയറിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നോ പാരബൻസ്, സിലിക്കോൺ, മിനറൽ ഓയിൽ, കളറ്, സിന്തറ്റിക് ഫ്രാഗ്രൻസ് കാര്യങ്ങളൊന്നുമില്ല. പ്ലെയിൻ ആയിട്ടുള്ള അലോവേറ ജെല്ലാണ് കേട്ടോ ഇത്. ഇതിലും ഈ പറഞ്ഞ പോലെ നമുക്ക് സ്കിന്നിൽ ഹെയറിലൊക്കെ യൂസ് ചെയ്യാം. ഡ്രൈനെസ്സിന് നമുക്ക് നല്ലൊരു റെമഡി കൂടിയാണ് അലോവേറ ജെല്ല് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. വൈറ്റമിൻ ഇ ഓയിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ട് ഇത്തിരി അലോവേറ ജെല്ലിൽ നമുക്കെല്ലാം മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ വാസ്ലിനും അലോവേറ ജെല്ലും മിക്സ് ചെയ്തിട്ട് വരെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഹെയർ കെയറിന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു റെമഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഹെയറൊക്കെ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അലോവേറ ജെല്ലും കുറച്ച് ഈ ഒരു നമ്മുടെ അലോവേറ ജെല്ല് പിന്നെ വൈറ്റമിനിയുടെ ക്യാപ്സ്യൂളൊക്കെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ചില സമയത്ത് കാസ്റ്റർ ഓയിലും 2-3 ഡ്രോപ്സ് ഇട്ടും എസെൻഷ്യൽ ഓയിൽ നമ്മുടെ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിലും മിക്സ് ചെയ്തിട്ട് ഞാൻ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നമുക്ക് മാക്സിമം ആണെങ്കിൽ നന്നായിട്ട് ഒരുപാട് അപ്ലൈ ചെയ്യാണ്ട് വേണമെങ്കിൽ ഓവർനൈറ്റ് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാം, ഷാമ്പു ചെയ്ത് കളയാവുന്നതാണ്. അത് നല്ല അടിപൊളിയാണ് ഹെയർ കെയറിനൊക്കെ. അത് നമുക്ക് നമ്മുടെ ബോഡിയിലും യൂസ് ചെയ്യാം, നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡി കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം കേട്ടോ. സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. സ്കിന്നിനും ഹെയറിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം. എനിക്ക് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ്. നിങ്ങൾ ഈ ഒരു 2025 നിങ്ങൾക്ക് നല്ല സ്കിന്ന് നല്ല ഹെയർ ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് വേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ്. പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് സ്കിൻ കെയറിന് സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട് പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ മാറാനായിട്ട് ഞാനൊരു ബോട്ടിൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പറയാമെന്ന്. അപ്പം ഞാൻ യൂസ് ചെയ്തത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഡെർമാകോം എന്നുള്ള ഒരു സിറാണ്. കണ്ടില്ല? ഇതിട്ടുണ്ടെങ്കിൽ 2% കോജിക് ആസിഡ് ഫേസറാണ്. ഡാർക്ക് സ്പോട്ടും പിഗ്മെൻറ്റേഷനൊക്കെ നല്ല രീതിയിൽ മാറാണ്ട് ഇത് ഹെൽപ്പ് ചെയ്യും. 1% ആൽഫ ആൽബുട്ടിനും അതേപോലെ കോജിക് ആസിഡ് പിന്നെ നയസിനമൈഡ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഡേയിലും നൈറ്റിലും സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സിറാണ് കേട്ടോ ഇത്. ഇത് നല്ലതാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ കാലിയാക്കിയിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. ഇത് നല്ല ഒരു സിറാണ്, അഫോർഡബിളും ആണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരിൻ്റെ റിവ്യൂസ് ചെയ്ത് കണ്ടിട്ട് വാങ്ങിച്ചതാണ്. യൂസ് ചെയ്തിട്ട് കൊള്ളാം. സ്കിന്നിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും എൻ്റെ മുഖത്ത് അങ്ങനെ വലിയ പാടുകളൊന്നും ഇല്ല കേട്ടോ. ഞാൻ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സിറംസ് മാറ്റി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ ആ ഫുൾ ബോട്ടിൽ മാക്സിമം യൂസ് ചെയ്തിട്ട് ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നിങ്ങളോട് പറയണത്. നന്നായിട്ട് ഞാൻ യൂസ് ചെയ്തു, കംപ്ലീറ്റ് യൂസ് ചെയ്ത് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് മുഖത്ത് കുരുക്കൾ വന്ന പാടുകൾ, കറുത്ത പിഗ്മെൻറ്റേഷൻ ആയിട്ടുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാവേ. പിന്നെ ഞാൻ ഈ ഒരു കുറച്ചായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുള്ള സാധനമുണ്ട്. അത് ഞാൻ യൂസ് ചെയ്യണത് ഡികൺസ്ട്രക്റ്റിൻ്റെ ഈ ഒരു നയാസിനമൈഡ് കണ്ടൻറ്റ് വരുന്ന ബ്രൈറ്റനിങ് മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇപ്പോൾ യൂസ് ചെയ്യണം. നല്ലൊരു സാധനമാണ്. കുറച്ചായിട്ടുള്ള ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ള യൂസ് ചെയ്തിട്ട് ഹൈലി എഫക്റ്റീവ് യെറ്റ് ജെന്റിൽ നിന്നാണ് ഇതിൽ കൊടുത്തേക്കണത്. 5% നയാസിനമൈഡും 1% കോജിക് ആസിഡ്
ഡിപ്ലാമിറ്റേറ്റ് അങ്ങനെ എന്തോ ഒരു കണ്ടന്റും കൂടെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ. നമുക്ക് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ, അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിൽ ഈവൻ ടോൺ ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഡാർക്ക് സ്പോട്ട്, നമ്മൾ വെയിലേറ്റ് കരിവാളിപ്പൊക്കെ മാറാൻ അടിപൊളിയാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. പക്ഷേ ഇതിൽ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഡ്രൈ ആൻഡ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. എൻ്റെ സ്കിന്ന് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ് കേട്ടോ. ഇതിട്ടുണ്ടെങ്കിൽ ഒരു ജെൽ ടൈപ്പിലാണ് കേട്ടോ വരുന്നത്. ജെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രീമും ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടില്ലേ, കണ്ടാ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ബ്രൈറ്റ്നിങ് മോയ്സ്ചറൈസർ വരുന്നത്. ഞാൻ മോർണിംഗ് ടൈമിൽ ചിലപ്പോൾ പോൺസിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, നൈറ്റ് ടൈമിൽ ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറിയിരിക്കും. ചില സമയത്ത് എനിക്ക് ഇന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിരിക്കും തോന്നുന്നത്. ഇപ്പം ഞാൻ കുറച്ചായിട്ട് നൈറ്റ് ടൈമിൽ ഈ ഒരു ബ്രൈറ്റ്നിങ് മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യാം. നമുക്ക് മോർണിംഗ് ടൈമും നൈറ്റ് ടൈമും സ്കിൻ കെയറിൽ മോയ്സ്ചറൈസർ ഇതായിട്ട് യൂസ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാൻ നൈറ്റ് ടൈമിൽ ഇതാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ്. പിന്നെ ലാസ്റ്റ് ഒരു പ്രൊഡക്റ്റ് കൂടി കാണിച്ചു തരാം. ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ പറയാറുണ്ട് നമുക്ക് പീലിംഗ് സൊല്യൂഷനെ പറ്റിയിട്ട്. അപ്പോൾ കെമിക്കൽ പീലിംഗ് സൊല്യൂഷനൊക്കെ പറ്റി നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്തത് പിൽഗ്രീമിൻ്റെ ആണ്. സെക്കൻഡ് ടൈം ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു ലോട്ടസിൻ്റെ ഈ ഒരു പീലിംഗ് സൊല്യൂഷനാണ്. ഇതിൽ അത്ര കെമിക്കൽസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിലെന്തൊക്കെയാണ് അടങ്ങിയതെന്ന് ഞാൻ പറയാം. AHA+, BHA+, PHA ജെന്റിൽ റിസർഫേസിങ് ഫേസ് സിറമാണ്. ഇത് എന്താ പറയുക, പൈനാപ്പിൾ എക്സ്ട്രാക്റ്റ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. നമുക്ക് സ്കിന്നിൻ്റെ ടെക്സ്ചർ നല്ല സ്മൂത്തൺ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ഈവൻ ടോൺ ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനായിട്ട്, പിന്നെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, പിന്നെ നമുക്ക് എക്സ്ഫോളിയേഷൻ ജെന്റൽ എക്സ്ഫോളിയേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പീലിംഗ് സൊല്യൂഷനാണ്. ഇത് സർട്ടിഫൈഡ് ആണ്, സേഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊന്നുമില്ല, ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസും ഒന്നുമില്ലാത്ത ഒരു പീലിംഗ് സൊല്യൂഷനാണ്. നമുക്ക് പീലിംഗ് സൊല്യൂഷൻ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. ഞാനിതുണ്ടല്ല മന്ത്ലി വൺസ് ഒക്കെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയി ഭയങ്കര വെയിലൊക്കെ കൊണ്ട് കരിവാളിച്ച് സ്കിന്നിന് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇത്തിരി ബ്രൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിൻ്റെ തലേ ദിവസം ഞാനൊരു നൈറ്റ് ടൈമിലൊക്കെയാണ് പീലിംഗ് സൊല്യൂഷൻ ട്രൈ ചെയ്യണത്. ഇപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ നിങ്ങൾ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. കാരണം സ്കിന്നിൽ എന്തെങ്കിലും അലർജിയോ ഇറിറ്റേഷനോ എന്നൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. പീലിംഗ് സൊല്യൂഷൻ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു പീലിംഗ് സൊല്യൂഷനാണ് ഇത്. ലോട്ടസ് ബൊട്ടാനിക്കൽസിൻ്റെ ഈ ഒരു AHA+, BHA+, PHA ജെന്റിൽ റിസർഫേസിങ് ഫേസ് സിറം കേട്ടോ. ഇതിൻ്റെ പ്രൈസ്, പാക്കേജിങ് പ്രൈസ് 445 രൂപയാണെങ്കിലും പ്രൈസ് കുറവാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള പ്രൊഡക്ട്സ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.